നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രിയുടെ കുറച്ച് വസ്തുതകൾ ബേസിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സിലബസ് അനുസരിച്ചുള്ള ലോഹങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന മൂലകങ്ങളെയാണ് ലോഹങ്ങൾ എന്ന് പറയുന്നത്. ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റലർജി. ലോഹങ്ങളുടെ ചാലകത നിശ്ചയിക്കുന്ന ഘടകം അതിലെ സ്വതന്ത്ര ഇലക്ട്രോൺ ആണ്. ഒരു ലോഹത്തെ വലിച്ചു നീട്ടി നേർത്ത കമ്പിയാക്കാൻ സാധിക്കുന്ന പ്രത്യേകതയാണ് ഡക്റ്റിലിറ്റി. ഒരു ലോഹത്തെ വലിച്ചു നീട്ടി നേർത്ത കമ്പിയാക്കാൻ കഴിയുമെങ്കിൽ അതിന് ഡക്റ്റിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയത് പ്ലാറ്റിനത്തിനാണ് കേട്ടോ. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയത് പ്ലാറ്റിനത്തിന്. അതിൽ 2ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ടങ്സ്റ്റണുമാണ്. ഇനി അടുത്തത്, ഒരു ലോഹത്തെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന പ്രത്യേകതയാണ് അതിൻ്റെ മാലിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലോഹത്തെ നമുക്ക് അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ അതിന് മാലിയബിലിറ്റി എന്ന് പറയാം. മാലിയബിലിറ്റി ഏറ്റവും കൂടിയത് സ്വർണ്ണത്തിനാണ് കേട്ടോ. ഇനി വൈദ്യുത ബൾബുകളിൽ ഫിലമെൻ്റ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റനാണ്. അപ്പോൾ വൈദ്യുത ബൾബുകളിൽ നമ്മൾ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന ടങ്സ്റ്റനാണ്. അപ്പോൾ ടങ്സ്റ്റൻ എന്തുകൊണ്ടായിരിക്കും വൈദ്യുത ബൾബുകളിൽ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന, വേറെ ലോഹങ്ങളൊന്നും ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ടങ്സ്റ്റന് ഉയർന്ന ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ നേർത്ത കമ്പിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉയർന്ന ദ്രവണാങ്കമുണ്ട്, ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, ചുട്ടുപഴുത്ത ധവളപ്രകാശം പുറപ്പെടുവിക്കുവാനുള്ള കഴിവുണ്ട്. റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടിയ ശുദ്ധലോഹം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ടങ്സ്റ്റൺ ആണ്. ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതിയതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്ന ആകുന്ന ഒരു സവിശേഷത ഉണ്ടായിരുന്നു. ലോഹത്തെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ആ പുതുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഭാഗമുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ഒരു തിളക്കമുണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ലോഹദ്യുതി എന്ന്. ഇനി താപം കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് താപചാലകത. ഒരു ലോഹത്തിന് താപത്തെ കടത്തിവിടാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേര് എന്താണ്? താപചാലകത എന്നാണ്. മിക്ക ലോഹങ്ങളും താപത്തെ കടത്തിവിടുന്നവയാണ്. താപചാലകതയുടെ യൂണിറ്റാണ് വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ. വാട്ട്സ് പെർ മീറ്റർ കെൽവിനാണ് താപചാലകതയുടെ യൂണിറ്റ്. ഏറ്റവും ഉയർന്ന താപചാലകതയുള്ള ലോഹം വെള്ളിയാണ്. ഏറ്റവും കൂടുതൽ താപചാലകത ഉള്ളതെന്ന് വെച്ചാൽ താപത്തെ ഏറ്റവും കൂടുതൽ കടത്തിവിടാൻ കഴിയുന്നത് വെള്ളിക്കാണ്. താപചാലകത കൂടിയ മറ്റ് 2 ലോഹങ്ങളാണ് അലുമിനിയവും കോപ്പറും. അപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളി, 2ാം സ്ഥാനം അലുമിനിയം, 3ാം സ്ഥാനം കോപ്പർ. ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് 2018 ഓഫ് ദ ഫോളോയിങ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് എന്ന് കൊടുത്തിട്ട് ഓപ്ഷൻ അലുമിനിയം, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഉത്തരം ഏതാണ്? സിൽവർ ആണ്. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ബിസ്മത്താണ് കേട്ടോ. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? ബിസ്മത്താണ്. ഇത് VEO 2019 ക്വസ്റ്റ്യൻ ആയിരുന്നു. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ഏതെന്ന്. അപ്പം ചാലകശേഷി ഏറ്റവും കൂടിയ ലോഹം വെള്ളിയും ഏറ്റവും കുറഞ്ഞ ലോഹം ബിസ്മത്തുമാണ്. ആഹാരം പാകം ചെയ്യാൻ ലോഹനിർമ്മിതമായ പാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ലോഹത്തിൻ്റെ സവിശേഷത താപചാലകതയാണ്. നമ്മൾ ലോഹപാത്രങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ്? ലോഹത്തിന് താപത്തെ കടത്തിവിടാൻ കഴിയുന്നതുകൊണ്ടാണ്. ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ ഒരു പ്രത്യേക തരം ശബ്ദം പുറപ്പെടുവിക്കുവാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് സോണോരിറ്റി എന്ന് പറയുന്നത്. ലോഹങ്ങളിൽ നമ്മൾ തട്ടുമ്പോഴത്തേക്ക് അതിനൊരു സൗണ്ട് കേൾക്കുമല്ലോ. ഈ സൗണ്ട് കേൾപ്പിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് സോണോരിറ്റി എന്ന് പറയുന്നത്. ഇനി വൈദ്യുതി കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ വൈദ്യുത ചാലകത. സിമ്പിളാണ്. താപം കടത്തിവിടാനുള്ള കഴിവിനെ താപചാലകത എന്ന് പറയുന്നു. അതുപോലെ ഒരു ലോഹത്തിന് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയുന്നത് കൊണ്ട് അതിനെ വൈദ്യുത ചാലകത എന്ന് പറയുന്നു. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹാംശമടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹത്തിൻ്റെ അംശമടങ്ങിയ പ്രകൃത്യാ ഉള്ള വസ്തുക്കളെ ധാതുക്കൾ എന്ന് പറയുന്നു. വ്യാവസായികമായി ലോഹം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര്. അപ്പോൾ അയിരിൽ നിന്നുമാണ് നമ്മൾ വ്യാവസായികമായി ഒരു ലോഹം ഉൽപ്പാദിപ്പിക്കുന്നത്. അയിരിലെ മാലിന്യങ്ങളെ പറയുന്ന പേരാണ് ഗ്യാങ്. അപ്പോൾ അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളാണ് ഗ്യാങ് എന്ന് പറയുന്നത്. ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ്. ഈ മാലിന്യത്തെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ പറയുന്ന പേര് ഫ്ലക്സ് എന്നാണ്.